ആലപ്പുഴ ഓമനപ്പുഴയിലെ ഏഞ്ചലിന്റെ കൊലപാതകത്തിൽ ദുരൂഹതയേറുകയാണ്. ഏഞ്ചലിന്റെ വീടിന്റെ ഭിത്തിയിൽ എഴുതിയ ഒരു വാചകമാണ് സംശയം ബലപ്പെടുത്തുന്നത്. പരമ്പരാഗത ദൈവവിശ്വാസത്തിനെതിരായി സാത്താൻ സേവ പോലെ എന്തെങ്കിലും ആചാരങ്ങൾ ഏഞ്ചൽ പിന്തുടർന്നിരുന്നോ എന്നതും സംശയം ഉണ്ട്. വീട്ടുകാരെ ആക്രമിച്ച ശേഷം ബൈബിൾ വലിച്ചെറിയാൻ എടുത്തപ്പോഴാണ് ഏഞ്ചലിനെ കൊലപ്പെടുത്തിയതെന്നാണ് മാതാപിതാക്കൾ നൽകിയ മൊഴി. മോക്ഷ, ഫ്രീഡം ഫ്രം ബർത്ത് ആൻഡ് ഡെത്ത്, സാൽവേഷൻ, ജനന മരണങ്ങളിൽ നിന്നും പുനർജന്മത്തിൽ നിന്നുമുള്ള മോചനം, ആത്യന്തിക മുക്തി. പരമ്പരാഗത ദൈവവിശ്വാസികളായ മാതാപിതാക്കളുടെ മകളാണ് സ്വന്തം വീടിന്റെ ഭിത്തിയിൽ ഇങ്ങനെ കുറിച്ചത്. എന്തിനാവും ഏഞ്ചൽ ജാസ്മിൻ ഇങ്ങനെ എഴുതിയത്? ഏതുതരം വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് ഈ വാചകം? സംശയം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. സാത്താൻ സേവയോ സമാനമായതോ ആയ പൊതുധാരാ വിരുദ്ധമായ രഹസ്യ വിശ്വാസാചാരങ്ങളുടെ ഭാഗമാണോ ഈ വാചകമെന്നതാണ് സംശയം. സ്വന്തം ഇഷ്ടപ്രകാരം കന്യാസ്ത്രീ പഠനം പൂർത്തിയാക്കിയ ശേഷം അത് ഉപേക്ഷിച്ചതും മതഗ്രന്ഥം വലിച്ചെറിഞ്ഞതും മാതാപിതാക്കൾ പള്ളിയിൽ പോകുന്നതിനെ എതിർത്തതുമെല്ലാം സംശയത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ്. രാത്രിയാത്രയ്ക്കപ്പുറം കൊലപാതകത്തിന് പിന്നിൽ മറ്റു കാരണങ്ങൾ ഉണ്ടാവാമെന്ന നിഗമനമാണ് ഈ അന്വേഷണത്തിലേക്ക് എത്തി നിൽക്കുന്നത്. എന്നാൽ ഇതാണ് കാരണമെന്ന് ഉറപ്പിക്കാനുള്ള മറ്റു തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൂടുതലായി ലഭ്യമായിട്ടുമില്ല. വിശ്വാസ സംബന്ധമായി യാഥാസ്ഥിതിക കുടുംബമായിരുന്നു ജോസ്മോന്റെയും ജെസ്സിയുടെയും. പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം മാതാപിതാക്കൾക്കും മകൾക്കുമിടയിൽ അകലമുണ്ടാക്കി. ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഏഞ്ചൽ കൊലപാതക ദിവസവും രാത്രി പുറത്തുപോയി. 11 മണിയോടെ മടങ്ങിയെത്തിയപ്പോൾ പിതാവ് വൈകിയതിനെ ചോദ്യം ചെയ്തു. അടുത്തിരുന്ന വെള്ളവും കുപ്പിയും എടുത്ത് പിതാവിനെ എറിഞ്ഞു. ജോസ്മോൻ രോഷകുലനായി കയറി പിടിച്ചപ്പോൾ അമ്മയെയും മുത്തശ്ശനെയും ആഞ്ഞു ചവിട്ടി. ബൈബിൾ വലിച്ചെറിയാനായി എടുത്തതോടെ ജോസ്മോൻ കഴുത്തിൽ പിടിമുറുക്കി. അമ്മ പിന്നിൽ നിന്ന് ഏഞ്ചലിന്റെ കൈ ബലമായി പിടിച്ചു. ബോധരഹിതയായി വീണ അവളെ ജോസ്മോൻ വീണ്ടും തോർത്തുപയോഗിച്ച് കഴുത്തു ഞെരിച്ച് മരണമുറപ്പാക്കി. വൈകി വന്നത് മാത്രമാണോ ഇങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് പോകുന്നത്? ഇങ്ങനൊരു ആണ് അതായിരുന്നു അച്ഛനെ അലോസരപ്പെടുത്തിയ കാര്യങ്ങൾ. സ്വന്തം ഇഷ്ടപ്രകാരം കന്യാസ്ത്രീ പഠനം പൂർത്തിയാക്കി തിരുവസ്ത്രം അണിഞ്ഞെത്തിയ ഏഞ്ചലിനെ കണ്ട ഓർമ്മ അയൽവാസിയായ സ്ത്രീ പങ്കുവച്ചിരുന്നു. ഏഞ്ചലിന് സ്തുതി നൽകിയപ്പോൾ തങ്ങളെ ഒന്ന് നോക്കിയത് പോലുമില്ല. മുഖം ദേഷ്യഭാവത്തിലായിരുന്നു. പിന്നീട് ദിവസങ്ങൾക്കുള്ളിൽ തിരുവസ്ത്രം ഉപേക്ഷിച്ചതായാണ് അറിഞ്ഞതെന്നും അവർ പറഞ്ഞു. എപ്പോൾ വേണമെങ്കിലും ഏഞ്ചലിന്റെ സ്വഭാവം മാറുമായിരുന്നുവെന്ന് ഭർത്താവും മൊഴി നൽകിയിട്ടുണ്ട്. വളരെയധികം ദേഷ്യം എല്ലാവരോടും വെച്ചു പുലർത്തി. കുടുംബാംഗങ്ങളോടൊഴികെ നാട്ടുകാരോട് വളരെ സൗമ്യമായ ഇടപെടൽ. ചൊവ്വാഴ്ച ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഏഞ്ചൽ രാത്രി 11 വരെ പിന്നീട് എവിടെയായിരുന്നു? ഒറ്റക്കുള്ള സഞ്ചാരങ്ങളും വ്യത്യസ്ത സ്വഭാവങ്ങളുമൊക്കെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യങ്ങളായി ഉയർന്നു നിൽക്കുന്നു. താമസിച്ചു വന്നതുകൊണ്ട് മാത്രം ഒരു മകളെ ആരെങ്കിലും കൊലപ്പെടുത്തുമോ? മാതാപിതാക്കൾ രണ്ടുപേരും അവൾ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതിയെന്ന് ഒരുപോലെ ആഗ്രഹിക്കുമോ? അതിനുള്ള ഉത്തരം ഒളിഞ്ഞുകിടക്കുന്നത് ഏഞ്ചൽ രാത്രികാലങ്ങളിൽ സഞ്ചരിച്ച ആ വഴികളിൽ എവിടെയോ ആണ്. ഒപ്പം വീടിന്റെ ചുവരിൽ എഴുതി വെച്ചിരിക്കുന്ന ആ വാചകങ്ങളിലും. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.